ആ ഏട്ടാ, ഞാനേ ഇന്ന് രാജിൻ്റെ മോള് പ്രസവിച്ചു പോകുമല്ലേ, അവിടെ ഒന്ന് കയറട്ടേന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പം ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അന്നാണല്ലേ കുട്ടി പ്രസവിച്ചു പോകുന്നത്? നീ അവിടെ നേരത്തെ ഇറങ്ങിയോ? ആ ഇന്നാ പോകുന്നത്. എന്നെ വിളിച്ചു പറഞ്ഞിട്ട് 2-3 ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞതാ. ഞാനിപ്പോൾ കുഞ്ഞിനൊരു ഡ്രസ്സും എടുത്ത് വന്നതാ, അവിടെ കൊണ്ട് കൊടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് വന്നു. അല്ല ഇവിടെ അറിയില്ല, ഏട്ടനറിയില്ല? ആ അറിയാം. വൻ്റെ പൂക്കാട് പോയിരിക്കുക, കുട്ടിക്ക് എന്തോ വാങ്ങണം വേണ്ടിട്ട്. ആ അത് ശരിയാണ്. പിന്നെ നമ്മുടെ ശ്രുതിമോള് പ്രസവിച്ചു പോകുമ്പോഴേ അവർ മോതിരല്ലേ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തത്. അപ്പം അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കൊന്നും തന്നിട്ടില്ല. എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നേ ഉള്ളൂ. ഞാൻ കുഞ്ഞിനൊരു ഉടുപ്പെടുത്ത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്നു. എല്ലാവരും പൈസ തന്നെ കാരണം. പൈസക്കാരൻ്റെ അവിടെ വിളിക്കാതെ ആളെത്തും. ആ എത്രയായിട്ടാണ് കുഞ്ഞിന് സ്വർണം കിട്ടിയിരിക്കുന്നത്? പെങ്ങന്മാരെല്ലാവരും ഓരോന്നോരോന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂപ്പര് ഗൾഫിലാണല്ലോ. എത്ര കുഞ്ഞിന് സ്വർണം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവൾ നല്ല നടത്തുന്ന ഒരാളല്ലേ, നല്ലൊരു സ്വഭാവമല്ലേ, എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനേ തോന്നുന്നു. അപ്പോൾ എന്നെയും കൂടി ഇതാ വിളിച്ച് പറഞ്ഞ് എത്ര ദിവസം ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം തന്നെ വിളിക്കുന്നറിയോ? അത് കാരണം ഇപ്പോൾ ഞാൻ വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആരും അത്രയും ദൂരം ഇവിടെ വരുന്നത്? നിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അവരൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു ഇത്രയും ദൂരം ഒരു ഉടുപ്പ് കൊടുത്തില്ലേ വന്ന്? അതിലെന്താ, അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ കുഞ്ഞിന് ഉടുപ്പ് കൊടുത്തിട്ട് വന്നു. അതിനിപ്പോൾ ഇത്ര പറയാൻ മാത്രം എന്താ ഉള്ളത്? എൻ്റെ മോള് പ്രസവിച്ചപ്പോൾ നീ ഇതേപോലെ ഒരു ഉടുപ്പ് എടുത്ത് കൊണ്ട് കൊടുത്തു, ഒരു പേരിൽ മോതിരം കൊടുത്തു. ഓ അത് ശരിയല്ലേ ഏട്ടാ. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉള്ളൂ. കാരണം വെറുതെ ഇങ്ങോട്ട് വേണം പറഞ്ഞാലേ ഒരാളും തരില്ല. അപ്പോൾ നീ എങ്ങനെ അവർക്ക് കൊടുത്തു ചോദിക്കും? അവരിപ്പോൾ നമ്മുടെ അയൽക്കാരാണ്, വിളിച്ചു. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ വീടല്ലേ ഇത്. അപ്പോൾ അവിടുത്തെ എൻ്റെ അയൽക്കാരായത് വിളിച്ചു, എൻ്റെ സ്നേഹം കൊണ്ട് അവർ വിളിച്ചു, ഞാൻ വന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇതെൻ്റെ സ്വന്തം വീടല്ലേ. എൻ്റെ അമ്മയും അച്ഛനെ ഇല്ലാകുള്ളൂ, ആങ്ങളെയും ഭാര്യയില്ലേ ഇവിടെ. ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ 2 ആൾ ശരിക്കും ഒരു മുഖം പോലും എനിക്ക് തരുമോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞല്ലേ നടക്കുന്നത്. ഇപ്പം തന്നെ ഏട്ടൻ കണ്ട എന്ത് വെറുപ്പോടെ എന്നോട് സംസാരിച്ചത്. അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ വരുന്നോളൂ, ഞാനും ഭാര്യയും താലം കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുന്നു. അയ്യോ ഏട്ടാ, ഞാൻ വരുന്ന സമയത്തേ നിങ്ങൾ 2 ആളും എന്നെ താലോട് സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും പോയതോടുകൂടി എൻ്റെ ഇവിടുത്തെ വരത്തേ നിന്നു. പിന്നെ ആൾക്കാർ, ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിക്കില്ലേ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവിന് അതുപോലെ 5 പെങ്ങന്മാരല്ലേ, ഒരാണല്ലേ ഉള്ളൂ. അവർ വരുന്ന എൻ്റെ പെങ്ങന്മാർ, മൂപ്പൻ്റെ പെങ്ങന്മാർ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും 2 പെങ്ങളുടെ മക്കൾ അവിടെയാണ്. അവർ വരുന്ന സമയത്ത് ഏട്ടൻ പറയും പോലെ, ഏട്ടൻ്റെ ഭാര്യ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരാളെങ്കിലും അവിടെ തിരിഞ്ഞു നോക്കുമോ? അതൊക്കെ നല്ല പെങ്ങന്മാരാ, നിന്നെ മാതിരിയല്ല. പെങ്ങന്മാർക്ക് നല്ലതാ 5 ആളും. അത് ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ പെങ്ങന്മാർ ബസ് നന്നതുകൊണ്ട് കാര്യമായില്ല. വീട്ടിലിരിക്കുന്ന ആങ്ങളുടെ ഭാര്യയും കൂടി നന്നാകണം ഏട്ടാ. അല്ലെങ്കിൽ പിന്നെ ഈ പെങ്ങന്മാർക്ക് വരാനും പോകാനും ഒന്നും തോന്നില്ല. അമ്മയില്ലാത്ത കുറവ് അറിയിക്കാണ്ടാണ് ഞങ്ങൾ 2 ആളോ 5 പെങ്ങന്മാരെയും നോക്കുന്നത്. അവരുടെ മക്കളും കുട്ടികൾ എന്നെ എങ്ങനെ വിളിക്കുന്നത്? ആൻറ്റി അമ്മയെന്ന്. ആ സ്നേഹം ഉണ്ടല്ലോ, വിളിക്കുന്ന സ്നേഹം തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുന്ന കാരനോ? ഓ നീ വലിയ ആള്. ഞാൻ വലിയ ആളല്ലാന്നേ എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. എന്നാലും ഏട്ടനെക്കായാലും കുറച്ച് മനുഷ്യത്വം എനിക്കുണ്ട്. ഞാനൊരു പെങ്ങളല്ലേ ഉള്ള ഏട്ടാ. എപ്പോൾ വരുമ്പോഴും ഏട്ടൻ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ അങ്ങോട്ടേക്ക് വിടുന്നത്, വിഷമിപ്പിച്ചിട്ട്. അപ്പം മൂപ്പര് പറഞ്ഞതാ, നീ അവിടെ പോയി കഴിഞ്ഞാൽ പോയ പോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് വരാം, നിൻ്റെ വീട്ടിലേക്ക് കയറരുത് എന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സ് കേട്ടില്ല. ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. ഈ വീടിൻ്റെ ഭാഗം വാങ്ങിയ പിന്നെ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. എത്ര പറഞ്ഞേട്ടാ വീടിൻ്റെ ഭാഗം എനിക്ക് വേണ്ടാന്ന്. അപ്പം നിങ്ങൾ തന്നെയല്ലേ എന്നെ പിടിപ്പിച്ചത്, ഇത് വാങ്ങിക്കി, ഒപ്പിട്ടതാ വാങ്ങിക്കി എന്ന് പറഞ്ഞിട്ട്. ഏട്ടാ ഇതിൽ എത്ര പൈസക്കാണ് വീട് വിറ്റ്, എത്ര വില കെട്ടിയ വല്ലത് ഞാൻ ചോദിച്ചാൽ എത്രയാണ് ഇവിടെ നിന്ന് തന്ന? ആ പൈസ ഞാൻ വാങ്ങിയിട്ട് പോയതല്ലേ. എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ പിന്നീട് എനിക്ക് മനസ്സിലായത്. അതേടി, അങ്ങനെ വിചാരിച്ചോ? ഇനി ഭാഗമൊന്നും കിട്ടാന്ന് പറയില്ലല്ലോ, എല്ലാം വാങ്ങിയിട്ട് പോയില്ലേ? എനിക്ക് മനസ്സിലായി ഏട്ടാ. ഞങ്ങളെ 5 പെങ്ങന്മാർക്ക് മൂപ്പര് ഭാഗം കൊടുത്തതാ. അപ്പോൾ അറമ്പ് ഉള്ള വീടൊക്കെ വിറ്റിട്ട് എന്നിട്ട് ഞങ്ങൾ പുതിയ വീട് കെട്ടിയില്ലല്ലേ ഈ 5 പെങ്ങന്മാരും മക്കളും അവരുടെ ഭർത്താക്കന്മാരൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ എന്തൊക്കെ പറയണം അവർ ഭാഗം വാങ്ങിയിട്ട് പോയതിന്? അതൊക്കെ നമ്മുടെ ഓരോ കടമയാണ്. അതങ്ങ് അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അത് ഓരോ കടമ, അത് അവർക്ക് കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അത് ഭാഗമേ കൊടുത്തിട്ടുള്ളൂ, ആ സ്ഥലവും വീടും ഭാഗമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മളില്ലാണ്ടായിട്ടില്ല ഏട്ടാ, രക്തബന്ധമാണ്. ആങ്ങളും പെങ്ങളും ബന്ധമല്ല എന്ന് പറയില്ല, ഭാഗം കൊണ്ടൊന്നും ഒതുങ്ങുന്നതല്ല രക്തബന്ധം പറയുന്നത്. ഞാൻ ഇറങ്ങുക. ഏട്ടൻ എപ്പോഴെങ്കിലും എന്നെ കാണാൻ തോന്നുമ്പോഴേ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്താം. അപ്പോൾ
നല്ല ആളാ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുക, നിങ്ങൾ അങ്ങോട്ട് പോകില്ല, എല്ലാവരും അവിടെയാ. ഇപ്പം ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എത്ര ആൾ ചോദിച്ചറിയോ? ഞാൻ പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാ, നിങ്ങളെ വിളിച്ചിട്ട് പോയി. നിനക്ക് ഇവിടെ ചോറും കറിയും വെച്ചുകൂടായിരുന്നു. അടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ചോറ് വെക്കണുണ്ടോ? ഇത് നല്ല കാര്യമായി. ഈ തൊട്ട വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോഴേ നമ്മളിവിടെ ചോറും കറിയും വെച്ചിരിക്കുക. ഇവിടുത്തെ ആൾക്കാർ മുഴുവനും അവിടെയാ. അപ്പം നമ്മളോട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ ചോറ് വയ്ക്കും, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരില്ലേ? നിങ്ങൾ അങ്ങോട്ട് പോകിൻ. ഇതെന്താ? ഞാനൊന്നും അങ്ങോട്ട് പോകുന്നത്. നീ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കും. ആ, ഞാനൊന്നും ഉണ്ടാക്കില്ലേ. നല്ല കാര്യമായി. ഞാനേ ജ്വല്ലറിയിൽ പോയി കുട്ടിക്കൊരു മോതിരം എടുത്ത്, പിന്നെ തുണിക്കടയിൽ കയറി ഉടുപ്പെടുത്ത്, എന്നിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് അവിടുന്ന് ബിരിയാണി കഴിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ചോറും കറി ഉണ്ടാക്കുക, നിങ്ങൾ അങ്ങോട്ട് പോകും. നല്ല ബിരിയാണിയാണ്, ഞാൻ വാങ്ങിച്ചിട്ട് വരട്ടെ. ബിരിയാണി ഒന്നും എനിക്ക് വാങ്ങിയിട്ട് വരില്ല. ഇവിടെ ചായ ഉണ്ടാക്കി നോക്ക്. ബിരിയാണി വേണ്ട, ഉച്ച നേരം ചായ കുടിക്കുകയെ. ഇത് ബില്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യന് എന്തിൻ്റെ കേടാ? നിങ്ങൾ പോയി കഴിക്കുക, ഞാൻ വാങ്ങിയിട്ട് വരണ്ടെങ്കിൽ. ചായ കുടിച്ചിട്ടിരുന്നാലോ? അല്ലെങ്കിൽ തന്നെ കോലമില്ല. ഉച്ച നേരത്ത് ഭക്ഷണവും കഴിക്കാണ്ടിരുന്നാലോ? പിന്നെ അതല്ല, ഒരു കാര്യം അറിഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളോടെ വന്നിട്ട് പോയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നില്ലല്ലോ അവള്. ഞാൻ പറഞ്ഞില്ല, അവൾക്ക് നന്ദി പറയില്ലാത്ത സാധനമോ. കണ്ടില്ലേ, ആങ്ങളിനെ ഒന്ന് കാണാൻ വന്നിട്ടില്ല. പെങ്ങള് നല്ല പെങ്ങളവള്. നന്നായി അവൾക്ക് ഭാവം കൊടുത്തു വിട്ടത്. അവളുടെ കാര്യം സംസാരിക്കണേ ഒരിക്കലും നീ ആയിട്ടില്ല. നീ ഒറ്റയാണ് ഇതിന് കാരണം. അവളുടെ കാര്യം സംസാരിക്കാൻ ഞാനായിട്ടില്ല എന്നോ? എന്താ, അവൾ ആരാ? ഇവിടെ വന്നിട്ട് പോയോ അവള്? അത് നിങ്ങൾ അവളെ എവിടെയും കണ്ടോ? കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടാണ് പോയത്. ഞാൻ ഒരു ദിവസം വെള്ളം പോലും കൊടുത്തില്ല. പാവം വിഷമിച്ചിട്ടാണ് പോയത്. ഓ, തുടങ്ങി മനുഷ്യന് ഒരു പെങ്ങള് സ്നേഹം വന്നിരിക്കുന്നു. ആ പെങ്ങള് പറയണ്ടെന്ന് പറഞ്ഞാൽ ഭാഗം കൊടുത്ത് വിടിയെന്ന് പറഞ്ഞത്. ഭാഗം കൊടുത്ത് വിടുകയും ചെയ്തു. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം ഇങ്ങനെ നിൽക്കുന്നത്? ഭാഗമോട് ചോദിച്ചോ? നീ അവൾ വരാതാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊടുപ്പിച്ചല്ലേ? അവൾ എന്തിനിവിടെ വരണം? നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഇല്ല, അമ്മയില്ല, രണ്ടാളും പോകേണ്ട വഴിക്ക് പോയി. പിന്നെ അവൾക്ക് ഇവിടുത്തെ ഭാഗവും കൊടുത്ത് കഴിച്ചു. പിന്നെ എന്തിങ്ങനെ വലിഞ്ഞു കയറി ഇവിടേക്ക് വരുന്നവള്? ഞാൻ കണ്ടതാണെങ്കിലേ 2 വാക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. പിന്നെ പടി മേട് കയറില്ല അവള്. വാക്ക് പറഞ്ഞില്ലേ, അത് മാത്രം ഓർമ്മയുണ്ട് അവൾ. എനിക്ക് ഭാഗം കൊടുത്തതുള്ളൂ, എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടാള്. ഈ മനുഷ്യർ ബുദ്ധി ഉണ്ടോ? ബുദ്ധി. നമ്മൾ ഭാഗം കൊടുക്കാന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ, സ്നേഹമുള്ള പെങ്ങന്മാർ എന്താ പറഞ്ഞറിയോ? ഭാഗം വേണ്ടാന്ന് പറയണം. അതാണ് പെങ്ങന്മാർ. അവൾ തണ്ണ കൊടുത്ത ഭാഗത്തിന് വേഗം വാങ്ങിച്ചിട്ട് പോയിട്ട് ഇപ്പം അവളുടെ ഭാഗം കൊടുക്കുന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അങ്ങ് മനസ്സിൽ അങ്ങ് വിട്ടേക്കി അവളെ. ഇതിൽ ഇവൾ സമാധാനത്തിൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പെങ്ങൾ പറഞ്ഞ് ഇവിടെ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളുടെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും നിങ്ങൾ. ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി ഇരിക്കണമെങ്കിലേ ഇത് നിന്റെ കൂടെ ആയിരിക്കും. ചേലക്കാണ്ട് പോയി വരുന്നത്. ദേ മനുഷ്യ, സൂക്ഷിച്ച് സംസാരിച്ചോളിട്ടാ. ചേലക്കാണ്ട് പോകുന്നത്രേ. വാക്കുകൾ പറയുമ്പോഴേ നോക്കി പറഞ്ഞാൽ മതി. അപ്പോൾ പെങ്ങൾ സ്നേഹമുള്ളപ്പോൾ കണ്ടതല്ലേ? പിന്നെ ഈ വീട് നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഭാഗം കൊണ്ടുവന്നിട്ട് ഞാൻ 10-50,000 രൂപ നിങ്ങളുടെ തന്നിട്ടുണ്ട്. അത് കാരണം എൻ്റെ പേര് കൂടി എഴുതണം ഇപ്പോൾ വീട്, അല്ലാണ്ട് ശരിയാവില്ല. 50,000 നീ തന്നിട്ടുണ്ട്. ആ 50,000 നിൻ്റെ പേർക്ക് ഞാൻ വീട് എഴുതി തരുന്നില്ലേ? എന്നിട്ട് പോകണേ എന്നെ പൊടിച്ച് പുറത്താക്കെ. ഞാൻ ചെറ്റ കുടുംബത്തിൽ പെണ്ണെടുത്തപ്പോഴേ വിചാരിച്ചാ ആടെ പോയിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ടൊന്ന് തരാലോ, പാവല്ലേ വിചാരിച്ചതാ. കഴിഞ്ഞു. ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി തരല് കഴിഞ്ഞു. പട്ടിണി കിടന്ന് അങ്ങനെ കിടന്നോളി. അല്ലെങ്കിൽ ഇപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കും. ഒരുപാട് ഇപ്പോൾ ഇതായില്ലേ, പെങ്ങൾ വന്ന് പോയപ്പോൾ അഹങ്കാരം കൂടി. ഇത്ര ദിവസം ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നീ പറഞ്ഞ പോലെ കേട്ടപ്പോഴേ എനിക്ക് നല്ല സുഖമായിരുന്നില്ലേ? നിങ്ങളെങ്ങോട്ടാ രാവിലെ തന്നെ പാൻറ് ഷർട്ടൊക്കെ മാറ്റിയിട്ട്? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞാനേ എൻ്റെ പെങ്ങളെ അംബികനെ കാണാൻ പോവാ. പെങ്ങളെ കാണാനോ? അത് ശരി. വെറുതെ അല്ല ഞായറാഴ്ച ആയിട്ട് നേരത്തെ എനിക്ക് കുളിച്ച് റെഡിയായി നിൽക്കുന്നതല്ലേ. ഞാൻ വിചാരിച്ചെന്ന് എങ്ങോട്ട് പോകാനാണെന്നുള്ളത്. പെങ്ങളെ കാണാൻ പോകുന്നതൊക്കെ ശരി. പോയി കഴിഞ്ഞാലേ നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരുന്നുണ്ട് നിങ്ങളെ പെങ്ങളെ കാണാൻ. ഞാനും വരുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഇരുന്നെങ്കിൽ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് എണിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനും വരുന്നുണ്ട്. ഒന്ന് നിൽക്കണേ, ഞാൻ റെഡി ആവട്ടെ. അവളെ വിളിച്ച് പറയും. അംബികേ, ഏട്ടൻ വരുന്നുണ്ടോ നിന്നെ കാണേ? ഞാൻ മാത്രമല്ല, എൻ്റെ ഏട്ടയും കൂടി വരുന്നുണ്ട്. നിൽക്കി നിങ്ങൾ പോകണ്ട, ഞാൻ ഷോൾ എടുത്തിട്ട് വരാം. അവിടെ നിൽക്കണേ.